ഓസ്ട്രേലിയൻ മണ്ണിലെ മൂന്നാമത്തെ ഏകദിനത്തിന് തെളിഞ്ഞ കാലാവസ്ഥയോടെ തയ്യാറായിരുന്നു സിഡ്നിയിലെ മൈതാനം. പക്ഷേ ആരാധകരുടെ മനസ്സ് തകർത്തു പെയ്യാനിരിക്കുന്ന കാർമേഘം പോലെ ഇരുണ്ടുകൂടിയിരുന്നിരിക്കണം. ആദ്യത്തെ 2 മത്സരങ്ങളിലും സമ്പൂർണ്ണ പരാജയം. ഒപ്പം കിങ് കോഹ്ലിയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ തുടർച്ചയായ 2 ഡക്കുകൾ. ഏഷ്യ കപ്പിൻ്റെ തുടർച്ചയെന്ന പോലെ ആരുടെയോ രാജകുമാരൻ ഗിൽ ആരുടെയാണെന്ന് ചോദിക്കരുത് കേട്ടോ. ആർക്കോ വേണ്ടി ബാറ്റ് വീശുന്നു. റൺസ് വരുന്നില്ല എന്നൊരു പ്രശ്നം മാറ്റി നിർത്തിയാൽ രാജകുമാരൻ ഓക്കെയാണ്, പെർഫെക്റ്റാണ്. ഞാൻ തമാശ പറയുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ ഉത്തരവാദിയല്ല. ആ മത്സരം ഓസ്ട്രേലിയക്ക് വെറുമൊരു പരിശീലന മത്സരം മാത്രമായിരുന്നു. കാരണം ആദ്യത്തെ 2 മത്സരങ്ങളും ജയിച്ച് പരമ്പര അവർ ആധികാരികമായി തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. ഒരു പരമ്പരയുടെ വിധി പോലും നിർണ്ണയിക്കാൻ ശേഷിയില്ലാത്ത ഒരു മത്സരമായിരുന്നുവെങ്കിലും സിഡ്നിയിലെ ആ സ്റ്റേഡിയം ഇന്ത്യൻ ആരാധകരാൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒരുപക്ഷെ അവസാനമെന്നോണം കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഒരു മനോഹരമായ ഇന്നിങ്സ് അവർ സ്വപ്നം കണ്ടിരുന്നിരിക്കണം. സ്വാഗതം മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ഓസ്ട്രേലിയയുടെ ആദ്യത്തെ 2 മത്സരങ്ങളിലെ പ്രകടനം. 3-ാം മത്സരത്തിലും ഓസ്ട്രേലിയൻ പേസർമാർ ആദ്യ പവർ പ്ലേയിൽ മത്സരത്തെ നിയന്ത്രിച്ചു. ഹേസൽവുഡ് ആദ്യത്തെ 3 ഓവറിൽ വഴങ്ങിയത് വെറും 3 റൺസ് മാത്രമായിരുന്നു. നമ്മുടെ ഹിറ്റ്മാൻ ഹിറ്റടിക്കാൻ ബാറ്റ് പൊന്തിച്ചതേയില്ല. കാരണം ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ ഈ മത്സരത്തിലും തലകുനിച്ച് തിരിച്ചു നടക്കാൻ അയാൾക്കാകുമായിരുന്നില്ല. ഒരു ടെസ്റ്റ് മത്സരത്തിലേതെന്ന പോലെ വിക്കറ്റ് മാത്രം കാത്തുസൂക്ഷിച്ച് അയാൾ ബാറ്റ് വീശി. അപ്പുറത്ത് രാജകുമാരൻ കട്ട സപ്പോർട്ട്. അവസാന ബോൾ 6 അടിച്ച് ബോറടിച്ചത് കൊണ്ടാവണം രാജകുമാരൻ അടുത്ത പന്തിൽ കൂടാരം കയറി. സ്റ്റേഡിയം മുഴുവൻ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ പടികളിലേക്ക് കണ്ണോടിച്ചു. പെട്ടെന്ന് സ്റ്റേഡിയത്തിൻ്റെ നിശബ്ദത ആവേശത്തിന് വഴിമാറി. കോഹ്ലി മെല്ലെ മെല്ലെ പടികളിറങ്ങി. ചുറ്റിലും ആവേശവും ആർപ്പുവിളിയും. ആദ്യ ബോളിൽ ലെഗ് സൈഡിലേക്ക് ഫ്ലിക്ക് ചെയ്ത് ഒരു സിംഗിൾ, ഒരു സെഞ്ചുറി എന്ന പോലെ അയാളുടെ മുഖത്ത് അതൊരു പുഞ്ചിരി വിരിയിച്ചു. ടെസ്റ്റാണോ ഏകദിനമാണോ എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ബാറ്റ് വീശിയ രോഹിത് കോഹ്ലി കൂടി വന്നതോടെ ട്രാക്കിലേക്ക് എത്തി. ആഡം സാംബയെ ഓഫ് സൈഡിന് മുകളിലൂടെ ഒരു അനായാസ സിക്സർ. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആ കൂട്ടുകെട്ട് മെല്ലെ മെല്ലെ റൺസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. ഒരു ക്രിക്കറ്റ് ആരാധകന് കാലം ഒരുപാട് പുറകോട്ട് സഞ്ചരിച്ചതുപോലെ തോന്നിയിരിക്കണം. നമ്മൾ കണ്ടുമറന്ന പല ചിത്രങ്ങളും വീണ്ടും മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടായിരിക്കണം. ചവറ്റുകൊട്ടയിലേക്ക് അവരെ തള്ളാൻ കാത്തിരുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു അവർണ്ണനീയമായ പ്രകടനത്തിനാണ് സിഡ്നി വേദിയായത്. കഷ്ടിച്ച് രക്ഷപ്പെട്ടുപോയ ഒരു LBW അപ്പീൽ ഒഴിച്ചു നിർത്തിയാൽ ഒരു അവസരവും കൊടുക്കാത്ത ഒരു ഇന്നിങ്സ്. അമിതാവേശം ഒട്ടുമില്ലാതെ രോഹിത് തൻ്റെ 50-ാം സെഞ്ചുറി പൂർത്തിയാക്കി. ഒപ്പം അർദ്ധ സെഞ്ചുറിയോടെ റൺ ചേസിൻ്റെ രാജകുമാരൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സ്. രോഹിത്തിൻ്റെ ബാറ്റ് കരിയറിലെ 50-ാം ശതകം തൊടുമ്പോൾ അയാളേക്കാൾ ആഹ്ലാദിച്ചത് കോഹ്ലിയായിരുന്നു. സെഞ്ചുറിക്ക് ശേഷമുള്ള ആ കെട്ടിപ്പിടുത്തം സിഡ്നിയുടെ ഓർമ്മകളിലും ആരാധകരുടെ മനസ്സിലും മായാതെ അങ്ങനെ കിടക്കും. ഒരു മികച്ച അപ്പർക്കട്ടിലൂടെ ബൗണ്ടറി നേടി 10-ലധികം ഓവറുകളും 9 വിക്കറ്റും ബാക്കി നിൽക്കെ മത്സരം ഇന്ത്യ ജയിച്ചു. ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്ന കാർമേഘം കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും കൊടുങ്കാറ്റിൽ എങ്ങോ പറന്നുപോയി. ആരാധകരുടെ മാനവും മനസ്സും തെളിഞ്ഞു. രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും മുഖം ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരികളാൽ നിറഞ്ഞു നിൽക്കുന്നത് ക്യാമറകളിൽ തെളിഞ്ഞു തന്നെ കാണാമായിരുന്നു. ഒരു പ്രാധാന്യവും ഇല്ലാതിരുന്നൊരു മത്സരം അങ്ങനെ ഒരു ചരിത്രമായി, ഒരു അടിക്കുറിപ്പായി. അടുത്ത ഏകദിന ലോകകപ്പ് ഞങ്ങൾ തന്നെ നയിക്കുമെന്ന അടിവരയിട്ട അടിക്കുറിപ്പ്. ഒരുപാട് പ്രതിഭകൾ ഒഴിച്ചിട്ട സ്ഥലമായിരിക്കാം ഇത്. ഇനിയും ഒരുപാട് പ്രതിഭകൾ വരികയും ചെയ്യുമായിരിക്കും. പക്ഷേ കോഹ്ലിയും രോഹിത്തും എഴുതിയ ക്രിക്കറ്റിൻ്റെ മനോഹരമായ ചരിത്രം മായാതെ അങ്ങനെ തന്നെ നിൽക്കും, പ്രതീക്ഷയായും പ്രചോദനമായും. പരാതികളൊന്നുമില്ലാതെ ക്യാപ്റ്റൻ്റെ തൊപ്പി അഴിച്ചു വെക്കുമ്പോഴും അയാളുടെ മനസ്സൊന്ന് പിടഞ്ഞിട്ടുണ്ടാവണം. തലമുറ മാറ്റം അനിവാര്യമെങ്കിലും അടുത്ത ലോകകപ്പ് വരെ തന്നിൽ ടീം വിശ്വാസമർപ്പിക്കും എന്നയാൾ കരുതിയിരുന്നിരിക്കണം. ഒറ്റനോട്ടത്തിൽ അലസമായി കളിക്കുന്ന അയാളുടെ ഇനിയും ഒരുപാട് മാന്ത്രികതകൾ ബാക്കിയുണ്ടായിരിക്കും. ആ മാന്ത്രികതകൾ ഒരുപക്ഷെ അടുത്ത ഏകദിന ലോകകപ്പ് നേടിത്തരാൻ മാത്രം കെൽപ്പുള്ളതുമായിരിക്കും. ഈ കഥയ്ക്ക് എത്ര ആയുസുണ്ട് എന്നെനിക്കറിയില്ല. അടുത്ത ലോകകപ്പിൽ രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും ബാറ്റിനെ ചുംബിച്ച് ബൗണ്ടറിയിലേക്ക് പായുന്ന ബോളുകൾ TV സ്ക്രീനുകളുടെ മുന്നിലിരുന്ന് കാണാൻ കഴിയുമോ എന്നും ഉറപ്പില്ല. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച രാജകുമാരന്മാരുടെ പട്ടാഭിഷേകത്തിന് വാമനന് മുന്നിൽ തലതാഴ്ത്തി കൊടുത്ത മഹാബലിയെപ്പോലെ നിസ്സഹായനായി അവർ കളി അവസാനിപ്പിച്ച് മടങ്ങുന്നതും ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വന്നേക്കാം. ഇനി ഒന്നും കാണിച്ചു കൊടുക്കാനോ ആരുടെയും മുന്നിൽ തെളിയിക്കാനോ ബാക്കിയില്ല. എന്നിരിക്കലും വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങൾ അവർ ബാറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ ഓർമ്മ പൊടിതട്ടിയെടുക്കാൻ ഒരുപാട് കാലം പുറകിലേക്കൊന്നും പോകേണ്ടതില്ല. ലോക ക്രിക്കറ്റിൻ്റെ മനോഹരമായ ഓർമ്മകൾ ഉറങ്ങുന്ന വെസ്റ്റ് ഇൻഡീസ് മണ്ണിൽ 7 റൺസിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ആ വിശ്വകിരീടം ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ ഒപ്പം അവർ T20 ഫോർമാറ്റുകളിൽ നിന്നും
പുതുതലമുറയ്ക്കായി വഴിമാറിക്കൊടുത്തു. ഒരുപക്ഷെ അടുത്ത ഏകദിന വിശ്വകിരീടം നമുക്ക് സമ്മാനിച്ച് വീരോചിതമായി ബാറ്റ് നിലത്ത് വെക്കുന്ന ആ രംഗം നമുക്ക് സ്വപ്നം കാണാം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ചാനലിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ഇന്ധനം.